തൃശൂർ മുണ്ടൂരിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഒരു വയോധികയെ വഴിയരികിൽ മരിച്ചു നിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ് എന്ന് തെളിയുന്നു. 75 വയസ്സുള്ള തങ്കമണിയെ മകളും ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. മകൾ സന്ധ്യയും ആൺസുഹൃത്തും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകാൻ തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ ആൺസുഹൃത്തിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? വിവരങ്ങൾ പറയും. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ വീടിനോട് ചേർന്ന വഴിയിൽ ഈ തങ്കമണിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നാട്ടുകാരാണ് ഇത് കണ്ടെത്തുന്നത്. പക്ഷെ ആ സമയത്ത് ഈ ശരീരത്തിൽ ചെറിയ പാടുകളും രക്തക്കറകളും ഉണ്ടായിരുന്നു. പിന്നീട് അതുകൊണ്ട് തന്നെ പോലീസിനൊരു സംശയം തോന്നുന്നു. നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ഈ പോലീസ് ഒരു കൊലപാതകം മുൻനിർത്തിയുള്ള ഒരു പരിശോധനയൊക്കെയാണ് നടത്തിയത്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം അത്തരത്തിലായിരുന്നു. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ തലക്കേറ്റ ആഘാതമാണ് മരണകാരണം എന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് മകളെ ഇന്നലെ ഉച്ചതിരിഞ്ഞ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഒരു തരത്തിലും അവർ ഒരു കുറ്റസമ്മതം നടത്തിയിരുന്നില്ല. ഇന്ന് പുലർച്ചെ മകൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് ഈ ആൺസുഹൃത്ത് ഈ യുവതിയോട് കുറച്ച് പണം ചോദിച്ചിരുന്നത്. 45 വയസ്സുള്ള സന്ധ്യയാണ്. 27കാരനായ ആൺസുഹൃത്ത് ഈ സന്ധ്യയോട് കുറച്ച് പണം ചോദിക്കുന്നു. ഈ പണം നൽകാനില്ലാത്തത് കൊണ്ട് തന്നെ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടു. അമ്മ ഈ സ്വർണ്ണാഭരണങ്ങൾ നൽകാത്തതിനെ തുടർന്ന് ബലമായി ഈ സ്വർണം കൈക്കലാക്കുന്നതിന് വേണ്ടി അമ്മയെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെ ഇപ്പോൾ ഈ ആൺസുഹൃത്തും അതോടൊപ്പം തന്നെ ഈ സന്ധ്യയും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇരുവരും ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പുലർച്ചെയാണ് ഇവർ കുറ്റസമ്മതം നടത്തിയതെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ വഴിത്തിരിവായിരിക്കുന്നത്. ഈ ആൺസുഹൃത്ത് തൃശൂർ സ്വദേശിയായിട്ടുള്ള നിതിനാണ്. അതോടൊപ്പം തന്നെ മകൾ സന്ധ്യയും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.